മൽക്കിയ ബീച്ചിൽ നിൽക്കുമ്പോൾ ഇതുപോലത്തെ ഒരു പള്ളി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതാണ് ആമിർ സെയ്ദ് ബിൻ സോഹൻ മസ്ജിദ്. ഇതൊരു ഷിയ പള്ളിയാണ്. ഇത് വെറും ഒരു പള്ളി മാത്രമല്ല, ഇതൊരു മക്കാമാണ്, ദർഗ, ജാറം എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇവിടെ അമുസ്ലിങ്ങൾക്ക് പ്രവേശനമുള്ള, മുസ്ലിങ്ങൾക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ വിശേഷങ്ങളാവട്ടെ അല്ലേ. ഇന്നത്തെ വീഡിയോയിൽ അമീർ സെയ്ദ് ബിൻ സോഹൻ എന്ന് പറയുന്ന പണ്ഡിതൻ്റെ മക്കാം ഷെരീഫിലേക്കാണ് നമ്മൾ. കഴിഞ്ഞ വീഡിയോയുടെ ഒരു കണ്ടിന്യൂ വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നബി സാലെ എന്ന് പറയുന്ന ഒരു ജാറം ഷെരീഫിൽ, ഒരു മക്കാം ഷെരീഫിൽ പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ മനാമേനോട് അടുത്താണ്. പക്ഷേ ഇന്ന് പോകുന്നത് മൽക്കിയ ഭാഗത്തേക്കാണ്. മനാമേന്ന് ഏകദേശം ഒരു 1 hour ട്രാവൽ ചെയ്യാനുള്ള ദൂരമുണ്ട്. 2 ബസ് കയറി പോകേണ്ടി വരും. മനാമേന്ന് പോയിരുന്നവർ ആദ്യം ഇസാ ടൗണിൽ വരണം. ഇസാ ടൗണിൽ നിന്ന് 16-ാം നമ്പർ ബസ് കയറിയിട്ട് വേണം ഈ പറയുന്ന മൽക്കിയ ഭാഗത്തേക്ക് പോകാൻ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ നമ്മൾ കണ്ട നബി സാലെ ഒരു ഷിയ ജാറം ഷെരീഫായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്ന് പോകുന്ന ഈ ആമിർ സെയ്ദ് ബിൻ സോഹൻ മക്കാം ഷെരീഫും ഒരു ഷിയ ജാറം ഷെരീഫാണ്. ഇന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ന് മുഹറം 9 ഈ മുഹറം മാസം എന്ന് പറഞ്ഞാൽ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പുണ്യമാക്കപ്പെട്ടൊരു മാസമാണ്. അപ്പോൾ ഈ മാത്തം ആചരിക്കുന്നതൊക്കെ ഈ ദിവസങ്ങളിലാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇവിടെ വല്ല പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഇപ്പോൾ ഞാൻ ഇസാ ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇസാ ടൗണിൽ ഇപ്പോൾ ബസ് കാത്ത് നിൽക്കണം. 16-ാം നമ്പർ ബസ് വന്നിട്ട് വേണം നമുക്ക് അതിൽ കയറിയിട്ട് മൽക്കിയയിലേക്ക് പോകാനായിട്ട്. ഇതാ ഈ കാണുന്നുണ്ട് നമുക്ക് പോകേണ്ട ബസ്, 16-ാം നമ്പർ ബസ്. ഡ്രൈവർ എത്തിയിട്ടില്ല, സമയമായിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. ഒരു ചെറിയ ബസ്സാണ്, വലിയ തിരക്കൊന്നുമില്ലാത്ത, ആൾ കുറഞ്ഞൊരു റൂട്ടാകാനാണ് സാധ്യത. അല്ലെങ്കിൽ വലിയ ബസ്സുകളാണ് നല്ല റൂട്ടുകളിലൊക്കെ കിട്ടുള്ളൂ. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ. അപ്പോൾ ഡ്രൈവർ എത്തിയിട്ടുണ്ട്, വണ്ടി ഇപ്പോൾ തന്നെ പോകാനായിട്ടുണ്ട്. ഇതൊരു ബ്ലാക്ക് കൊടിയൊക്കെ കെട്ടിയേക്കണ്ട. ഇത് ഷിയാക്കൾ കെട്ടുന്നതാണ് കേട്ടോ. അവരുടെ ഒരു പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ അവരിങ്ങനെ ഈ ഫ്ലാഗ് കെട്ടും. മാത്രമല്ല അവരുടെ ഒരു മെയിൻ കളർ എന്ന് പറഞ്ഞാൽ അതൊരു ബ്ലാക്കാണ് കേട്ടോ. ഇതൊരു ഷിയ ഭൂരിപക്ഷ സ്ഥലങ്ങളിലെ കൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ ബ്ലാക്ക് കൊടികളൊക്കെ അവരിങ്ങനെ കെട്ടിയേക്കുന്നതാണ്. ഉൾപ്രദേശങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ സാധാരണയിലും അധികം സമയമെടുക്കും. കാരണം കാണുന്ന വഴികളിലൊക്കെ ഈ ഹമ്പ് പണിതിട്ടുണ്ടാവും. നമ്മുടെയൊക്കെ നാട്ടിലുള്ളതിൽ കൂടുതൽ ഹമ്പുണ്ട് ഇവിടെ. അങ്ങനെ നമ്മളിതാ സൂഖ് വാക്കിഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന മൽക്കിയക്ക് മുമ്പുള്ള ലാസ്റ്റ് ടൗണാണിത്. ഇവിടെ ബസ്സിന് കുറച്ച് നേരം ഹോൾട്ട് ഉണ്ട്. ഇവിടുന്ന് പല ഭാഗങ്ങളിലേക്കൊക്കെ ബസ് തിരിഞ്ഞു പോകുന്നതാണ്. ഇവിടെ ബസ് സ്റ്റേഷനൊന്നുമില്ല, ജസ്റ്റ് ആ സ്റ്റോപ്പിൽ തന്നെ നിർത്തിയിട്ട് കുറച്ച് നേരം നിർത്തിയിടും വണ്ടികളൊക്കെ. അപ്പോൾ ബസ്സൊക്കെ മാറി കയറേണ്ടവർക്കൊക്കെ മാറി കയറാം. ദൂരെ കുറേ വില്ലാസ് കണ്ട. എനിക്ക് തോന്നുന്നു ഇത് ഇവിടുത്തെ വരുമാനമൊക്കെ കുറഞ്ഞ അറബികൾക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന വീടാണെന്ന് തോന്നുന്നുണ്ട്. ഫ്രീ ആയിട്ടല്ല, ഇതിൻ്റെ എമൗണ്ട് ഇവർക്ക് മാസം മാസം കിട്ടുന്ന ഈ അലവൻസുകളിൽ നിന്നൊക്കെ ഗവൺമെൻറ് കട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറോളം ഏകദേശം ബസ്സിലിരിക്കേണ്ടതുണ്ട്. ചെറിയൊരു ഗ്രാമപ്രദേശത്ത് കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പതുക്കനെയാണ് ബസ് പോയിക്കൊണ്ടിരുന്നത്. നല്ല സമയം എടുത്തിട്ട് എന്തായാലും ഇറങ്ങാനായിട്ട്. ഇവിടുന്ന് ഒരുപാട് വൈകാതെ തിരിച്ചു പോകണം. കാരണം ഒരുപാട് വൈകി കഴിഞ്ഞാൽ തിരിച്ച് ബസ് ഉണ്ടാവില്ല. ഞാൻ ഒരിക്കൽ വന്നിട്ട് പെട്ടുപോയതാണ്. ഇങ്ങനെ ലാസ്റ്റ് ബസ് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് അപ്പുറത്തൊരു പാരലൽ റോഡിലായിട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു 1/4 മണിക്കൂറോടെ നടക്കാനുണ്ട്. അങ്ങനെ അപ്പുറത്തെ ഹൈവേയിൽ കയറാം. അവിടെ നിന്നാണ് പിന്നെ തിരിച്ച് ബസ് ഉണ്ടാവുള്ളൂ. നല്ല ദാഹമുണ്ട്. എവിടെ നിന്നെങ്കിലും കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഇനി അകത്തോട്ട് കുറച്ച് നടക്കാനുണ്ട്. ഇവിടെ ആ മാത്തത്തിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നതിനാണ്ട് ഈ കറുത്ത തുണിയൊക്കെ കെട്ടിക്കണം. ഇത് എനിക്ക് തോന്നുന്നു ഷിയ ഭൂരിപക്ഷ ഒരു ഏരിയ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു കടയിലേക്ക് കയറി. അപ്പോൾ അതിൻ്റെ സൈഡിലെന്താ ആ മാത്തം, ഷിയാക്കളുടെ മാത്തം പരിപാടികളുടെ ഒരു സെറ്റപ്പൊക്കെയാണ് ഈ കാണുന്നത്. അവരാ മുകളിൽ എഴുതിയിരിക്കുന്നത് ഹുസൈൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. കണ്ടോ?
അങ്ങനെ ബസ് ഇറങ്ങിയിട്ട് അകത്തേക്ക് നടന്നുകൊണ്ടിരിക്കണ്ട. ഇവിടുത്തെ ഒരു ഗ്രാമ പശ്ചാത്തലമൊക്കെ ഒന്ന് കാണണമെങ്കിൽ ഞാൻ എന്തേ കാണിച്ചു തരാം കേട്ടോ. ഗൾഫിൽ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ വലിയ 10 വരി റോഡുകളും ആകാശം മുട്ടുന്ന കെട്ടിടങ്ങളും മാത്രമൊന്നുമല്ല. ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതിനടുത്ത് ഏതൊരു ഫാം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഈ കാണുന്ന ഒരു ഫാമാണെന്ന് തോന്നുന്നുണ്ട്. ഒരു എന്താ പറയുക, കോഴിയും പശുവിനൊക്കെ വളർത്തുമ്പോൾ വരുന്നൊരു സ്മെല്ലില്ലേ, ആ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടുന്ന്. അപ്പോൾ നമ്മൾ ഇതിലാകെ നടന്ന് കുറച്ച് അകത്തി ചെല്ലുമ്പോൾ അവിടെയാണ് ഈ പറയുന്ന പള്ളിയുള്ളത്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. നല്ല ഈന്തപ്പഴം പഴുത്ത് കിടക്കുന്നത് ഞാൻ കാണിച്ചു തരാവേ. നല്ല മണ്ടരി ബാധിച്ചൊരു തെങ്ങ് പോലെയാണത്. പക്ഷെ നല്ലോണം ഈന്തപ്പഴം ഉണ്ടായി നിൽക്കുന്നുണ്ട്. ചെറിയ ചെറിയ ഈന്തപ്പഴങ്ങളാട്ടോ അതിനുള്ളത്. അങ്ങോട്ടൊക്കെ മരങ്ങളുണ്ട്. ഈ പറഞ്ഞോണം വലിയ കാര്യമായിട്ട് അവർ സംരക്ഷിക്കാത്ത ടൈപ്പ് ഇതാണെന്ന് തോന്നുന്നുണ്ട്. കാരണം അതിൻ്റെ മണ്ട മിക്കതിൻ്റെയും പോയ ഒരു പ്രതീതിയാണ് ഉള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഓലയൊക്കെ തീരെ ചെറിയൊരു ഓല പോലെ. നിറയെ പന ഉണ്ടായി നിൽക്കുക, ഈന്തപ്പഴം ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിനകത്തുള്ള 1-2 എണ്ണം മണ്ട ഒടിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവർക്ക് ഇതുപോലത്തെ സംഭവത്തിനൊന്നും വലിയ ശ്രദ്ധയില്ലാന്ന് തോന്നുന്നുണ്ട്. ഗ്രാമത്തിനകത്തൊരു ഒറ്റപ്പെട്ട ഏരിയ, ഒരുപാട് ആളുകളൊന്നും കാണാനില്ല. ഞാൻ ഒറ്റയ്ക്കാണ് നടന്നു പോണേ. നടന്നതാ. ഇതവിടെ ഒരു മിനാരം കണ്ടോ, അതാണെന്ന് തോന്നുന്നുണ്ട് പള്ളി. അതുപോലെ തന്നെ ഈ വഴിയെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ബീച്ചും കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും ആദ്യം നമുക്ക് പള്ളിയിലൊന്ന് കയറി അന്ന് കണ്ടു വന്നിട്ട് ബീച്ചിലൊന്ന് പോകാം. ഇവിടെ ഒരു മിനാരം കാണുന്നുണ്ട്. ഇത് തന്നെയാണെന്നറിയില്ല. ലൊക്കേഷനിൽ കിടക്കുന്നത് ഈ ഭാഗം തന്നെയാണ്. കണ്ടിട്ടൊരു വലിയ പള്ളി പോലെയൊക്കെ അതിൻ്റെ തോന്നുന്നത്. നമുക്കിതാ അവിടെ നിന്ന് ആ വഴി അകത്ത് പോയിട്ട് വേണം തിരിച്ചങ്ങോട്ട് പോകാനായിട്ട്. റോഡ് അതിലെയാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ഒരു ഖബർസ്ഥാനൊക്കെ കാണുന്നുണ്ട്. ഷിയാക്കളുടെ ഖബർസ്ഥാനാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. നമ്മളുടെ വയ്ക്കുന്ന പോലെ അതല്ല, മീൻസാങ്ങലിലൊന്നുമല്ല. അവർ സിമെൻറ്റിന് കെട്ടിണ്ടാക്കിയ സാധനങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. മാത്രമല്ല അവിടെ സ്ത്രീകളൊക്കെ ഇരുന്നിട്ട് ഓതുന്നൊക്കെ ഉണ്ട് കേട്ടോ. സുന്നി ഖബർസ്ഥാൻ്റെ ഒരു രീതിയൊന്നുമല്ല. എന്തായാലും അതൊരു ഷിയ ഖബർസ്ഥാൻ തന്നെയാണ്. അതെ കേട്ടോ. ഇതാണ് ഖബർസ്ഥാൻ. ഇതാണ് പള്ളിയിലേക്കുള്ള എൻട്രൻസ്. അപ്പോൾ നമുക്കൊന്നാണ് കയറി നോക്കാം അല്ലേ. വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന ഒരു അറ്റ്മോസ്ഫിയർ. അധികം ആൾക്കാരും ഇല്ല. സാധാരണ ഇങ്ങനെ സിയാറത്തിനൊക്കെ ആൾക്കാർ വരുന്നതല്ലേ. ഇതിനധികം ആളുകളും കാണുന്നില്ല. അതിവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, അമീർ സെയ്ദ് മോസ്ക് എന്ന് പറഞ്ഞിട്ട്. മാത്രമല്ല ഇവിടെ അതിൻ്റെ ഒരു റെസ്ട്രിക്ഷൻസ് പറഞ്ഞേക്കുന്നതിനകത്ത് നോൺ മുസ്ലിംസ് ആർ നോട്ട് അലൗഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം. ഇതൊക്കെ ആരെയും കാണാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കണ്ട ഒരാളോട് ചോദിച്ചപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം തന്നെയാണ്. അപ്പോൾ സ്ത്രീകൾക്ക് കയറാനായിട്ട് പുറകിൽ സ്ഥലമുണ്ട്. അപ്പോൾ മൂപ്പര് ചോദിച്ചു, അറബിയിലാണ് ചോദിച്ചത്. പക്ഷെ നമുക്ക് മനസ്സിലായി. പിന്നെ മൂപ്പരൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് മനസ്സിലായി. ആൾ ചോദിച്ചത് സ്ത്രീകളുണ്ടോയെന്ന് ചോദിച്ചാൽ. അപ്പോൾ അങ്ങനെ സ്ത്രീകൾക്ക് പുറകിലാണ് സ്ഥലമുള്ളത്. പുരുഷന്മാർ ഇതിലെ തന്നെയാണ് കേട്ടോ കയറേണ്ടത്. കയറാലപ്പോൾ അപ്പോൾ എന്താ കയറല. ഇത് ഡോറിലാണ് കയറാൻ പറഞ്ഞത്. ഇവിടെ വീഡിയോഗ്രാഫി അലൗഡല്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മക്ബറ ഒരുപാടായിട്ട് അങ്ങോട്ട് കാണിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് കാണാനായിട്ട് ചെറിയതായിട്ടൊന്ന് കാണിക്കാം കേട്ടോ.
അസറിൻ്റെ ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആരെയും കാണാനില്ല. ഒരു മഗ്‌രിബൊക്കെ ആകുമ്പോഴേക്കുള്ളൂ ആളുകളൊക്കെ എത്തുള്ളൂ. പക്ഷേ നല്ലപോലെ AC ഒക്കെ ഇട്ട് തണുപ്പിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. സ്ത്രീകൾക്കൊക്കെ പള്ളിയുടെ പുറകിലൂടെ വന്നിട്ട് അതിന് അപ്പുറം സൈഡിലായിട്ട് സൗകര്യമുണ്ട്. ആ കാണുന്നതാണ് മക്ബറ. ഞാൻ അകത്തേക്ക് തന്നെ ഒരുപാട് സൂം ചെയ്തൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. ഇതാ കാണുന്ന കല്ല് കണ്ടോ, അത് ഷിയാക്കൾ നിസ്കരിക്കുമ്പോൾ സുജൂദിൻ്റെ സ്ഥലത്ത് വെക്കുന്ന കല്ലാണ്. ഇതിൻ്റെ മുകളിലാണ് അവർ സുജൂദ് ചെയ്യുന്നത്. ഈ കല്ല് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഷിയാ പള്ളിയാണെന്നുള്ള കാര്യം. ഇവരാണെങ്കിലും വലിയ തിരക്കൊന്നും കാണാനില്ല കേട്ടോ. അധികം എനിക്ക് തോന്നുന്നു ഇവിടെ പ്രോഗ്രാമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ കേന്ദ്രീകരിച്ചായിരിക്കും പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നത്. ഈ ഭാഗത്തും കുറേ ഖബറുകളൊക്കെ ഉണ്ട്. ഈ ഖബറുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളുടെ ഖബർസ്ഥാൻ പോലെയല്ല. ഇത് മാർബിളിലൊക്കെ കൊത്തി ഉണ്ടാക്കിയും അവരുടെ പേരുകളൊക്കെ എഴുതിയിട്ടുള്ള ഖബറുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ അധികം ആരും കാണുന്നില്ല. മാത്രമല്ല ഇതിൻ്റെ ഒരു ബോർഡുകളോ സംഭവങ്ങളൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. നമുക്കൊന്നിപ്പോൾ അതൊക്കെ ഒന്ന് നടന്നു നോക്കാമെന്ന്. പക്ഷേ ആ ഭാഗത്തേക്ക് സ്ത്രീകളുടെ ഏരിയയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടന്ന് പോകാനായിട്ട് പറ്റില്ല. പുരുഷന്മാർ ഇവിടെ വന്നിട്ട് ഇതിലാണ് കയറി സിയാറത്ത് ചെയ്തിട്ട് പോവുക ചെയ്യുന്നത്. ഇപ്പോഴാണ് വേറൊരു കാര്യം മനസ്സിലായിട്ടോ. നമ്മൾ അന്ന് കഴിഞ്ഞ ഒരു വീഡിയോയിൽ വന്ന മൽക്കിയ ബീച്ചില്ലേ, മൽക്കിയ ബീച്ചാണ് ഇതാ കാണുന്നത് കേട്ടോ. ഇതാ ഭാഗത്തായിട്ട് കാണുന്നതാണ് മൽക്കിയ ബീച്ച്. അവിടെ നിന്നിപ്പം ഞാൻ ഈ പള്ളി കണ്ടിരുന്നു. പക്ഷേ ഈ പള്ളിയാണെന്നുള്ള കാര്യം അറിയില്ലായിരുന്നല്ലോ. ഇവിടെ ഒരു കൊച്ചു പയ്യൻ ഇരിപ്പുണ്ടായിരുന്നു. അവനോട് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ നോക്കി. പക്ഷെ അവൻ ഇംഗ്ലീഷ് അത്ര അങ്ങനെ മനസ്സിലാവുന്നില്ല. അവൻ അറബി അറിയുള്ളൂ. അവനോട് ഞാൻ ചോദിച്ചു ഇന്ന് മാത്തത്തിൻ്റെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോയെന്ന് വെച്ചപ്പോൾ അവൻ പറഞ്ഞു അവിടെ ഇല്ല, കുറച്ച് അങ്ങോട്ട് മാറി വേറൊരു സ്ഥലത്തുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാനും വേറെ വകുപ്പില്ല. അധികം അറിയാവുന്ന ആരും ഇവിടെ കാണുന്നുമില്ല. ഗ്രാമപ്രദേശത്തുള്ള അറബികളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷൊന്നും അധികം മനസ്സിലാവാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ ആ കൊച്ചു പയ്യനാണെങ്കിൽ പോലും അവന് ഒന്നും തിരിച്ചു പറയാനായിട്ട് അറിയില്ല. അവൻ ജസ്റ്റ് ഗോൺ അങ്ങനെയുള്ളൊരു ഇതിലാണ് പറഞ്ഞത്. അവൻ ചെറുതായിട്ട് അറിയാം എന്നൊക്കെയാണ് പറയണത്. ചോദിച്ചിട്ട് അവൻ ജസ്റ്റ് ഒരു ആംഗ്യത്തിലൊക്കെ മറുപടി പറഞ്ഞു, എന്നല്ലാതെ കൂടുതലായിട്ട് പറയാനൊന്നും അവന് പറഞ്ഞുകൂടാ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സറൗണ്ടിങ്സ് എന്നൊക്കെ പറയുന്നത്. ഇതാണ് പള്ളി. അതിൻ്റെ മുന്നിൽ തന്നെ ഖബർസ്ഥാനുണ്ട്. വലിയ ഖബർസ്ഥാനാണ് കേട്ടോ. ഇതാണ് പള്ളി. അപ്പോൾ പള്ളിക്കൊന്ന് വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വരാം. നോൺ മുസ്ലിംസിന് അലൗഡ് അല്ല എൻട്രി, മുസ്ലിംസിന് മാത്രമാണ് എൻട്രി അലൗഡ് ആയിട്ടുള്ളൂ. അപ്പോൾ പുതിയ എന്തെങ്കിലും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, സി യു, സൈനിങ് ഓഫ് അജ്മൽ സ്റ്റോറി ബുക്ക്.